കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് അവധിയായിരുന്നു. ഇന്ന് വീടിന് പുറത്തൊന്നും പോയില്ല. വീട്ടിൽ തന്നെ കുക്കിങ്ങും വീട്ടിലെ ജോലികളുമായിട്ടൊക്കെ അങ്ങ് കൂടി. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഐറ്റം, ഒരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കിയത് കൂട്ടുകാരെ. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ് ഈ ഒരു റെസിപ്പി. എനിക്ക് ഈ കുക്കിംഗ് വീഡിയോ ഇട്ട് അത് ചെയ്ത് കാണിച്ചുകൊണ്ട് പറയണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇത് രണ്ടും കൂടെ എനിക്ക് ചെയ്ത് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അത് കാരണം ഞാൻ ആ റെസിപ്പി മാത്രം നിങ്ങളടുത്ത് പറഞ്ഞു തരികയാണ് കൂട്ടുകാരെ. ഇത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. കാരണം നമുക്ക് ഈ പ്രഷറും അതുപോലെ തന്നെ ഈ കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ എണ്ണയിലിട്ടിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് വളരെയധികം ദോഷം ചെയ്യും. പല അസുഖങ്ങളും അതിൽ നിന്നുണ്ടാകും. ഫാറ്റി ലിവറും എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ പുതിയ റെസിപ്പി ചില ഹോട്ടലുകളിലൊക്കെ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മീൻ എടുക്കുകയാണ്, ഒരു 5 എണ്ണം അയലയാണെന്ന് സപ്പോസ് അയലയാണെന്ന് വിചാരിക്കുക കൂട്ടുകാരെ. നമ്മൾ ആദ്യമേ അതിൻ്റെ ആ കൂട്ട് റെഡിയാക്കി വെക്കണം. 1.5 സ്പൂൺ മുളക് പൊടി. ഞാനിത് കുക്ക് ചെയ്ത് കാണിക്കുന്നതായിട്ടങ്ങ് ചിന്തിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് പറയുകയാണ്. 1.5 സ്പൂൺ മുളക് പൊടി എടുക്കണം. മുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 സ്പൂൺ മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് അത് ഇത്രയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഈ മീനിൻ്റെ പുറത്ത് പുരട്ടി അങ്ങ് കുറച്ച് സമയം അങ്ങ് വെക്കണം. നല്ലതുപോലെ അതിനകത്ത് പിടിക്കണം. ഒരു 10 മിനിറ്റോളം അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 2 അല്ലി വെളുത്തുള്ളിയും ഒരു അല്പം നീളത്തിൽ ഇഞ്ചി, ഒരു ശകലം അതിന് പറ്റിയ നമുക്കറിയാം. അതിൻ്റെ ചുവയൊന്നും വരരുത്, അതിന് പാകത്തിനുള്ളത്. ആ 2 അല്ലി എടുത്തതിൻ്റെ അത്രയും മതിയാകും. അത്രയും നല്ലതുപോലെ കുനുകുന അരിഞ്ഞ് ഈ അതിനകത്ത് മീനിനകത്ത് അങ്ങ് മിക്സ് ചെയ്യണം. മസാലക്കൂട്ട് ഇങ്ങനെ പിന്നെ പുരട്ടി വെച്ചേക്കുന്നതിൻ്റെ പുറത്ത് ഇതും കൂടെ അങ്ങ് ചേർത്തങ്ങ് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കത്തില്ല. കാരണം ഇത് നമ്മൾ ഈ അസുഖക്കാർക്ക്, അതുകൊണ്ട് ഈ കൊളസ്ട്രോളും പ്രഷറും ഉള്ളവർ ഇത് കണ്ട് ചെയ്താലും മതി. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ എണ്ണയിൽ നല്ല കുഴഞ്ഞ് നല്ല മുരിഞ്ഞിരുന്നാലേ ഇഷ്ടപ്പെടത്തുള്ളൂ, നല്ല കൂടുതൽ ടേസ്റ്റിങ് കാണത്തുള്ളൂ. ഇതിന് ടേസ്റ്റുണ്ട്, എന്നാൽ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരുന്ന ടേസ്റ്റ് കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഈ അസുഖം ഉള്ളവർക്ക് മാത്രം പരീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ്. അടിപൊളിയാണ്. ഇത്രയും പുരട്ടി, ഞാൻ ഈ പറഞ്ഞ കൂട്ടുകൾ ഇത്രയും കൂടെ പുരട്ടി വെച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ വീട്ടിലൊക്കെ എല്ലായിടത്തും ഉള്ള ഒരു സാധനമാണ് വാഴയില. ഈ വാഴയില ഒരെണ്ണം ഇങ്ങനെ വെട്ടിയെടുത്ത് ഈ മീന്, ഞാൻ ഒരു 5 അയലയുടെ കാര്യമാണ് പറഞ്ഞത്, അവരവരെ വീട്ടിലുള്ള ആളുകളുടെ അനുസരിച്ച് ഇത് വയ്ക്കാവുന്നതാണ്. ഞാൻ 5 എണ്ണം ആണ് പറയുന്നത്. അതിനകത്ത് പുരട്ടുന്നതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇത് പുരട്ടി വെച്ചത്. അന്നേരം വാഴയില എടുത്ത് ഒരു ഫ്രൈങ് പാൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലാണ് ഈ വാഴയില വെക്കേണ്ടത്. ആദ്യമേ ഫ്രൈങ് പാനകത്ത് ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് അത് ഇങ്ങനെ എല്ലായിടത്തും പുരട്ടണം. ഒരു തുള്ളി ഒഴിച്ചാൽ മതി ആ ഫ്രൈങ് പാനകത്ത്. പിന്നെ വാഴയിലക്കകത്തും ഒരു തുള്ളി ഒഴിക്കുക. അതും മറ്റേ ഫ്രൈങ് പാനിനകത്ത് മൊത്തം പുരട്ടിയ കണക്ക് പുരട്ടണം. എന്നിട്ട് ഈ മീൻ 5 എണ്ണമാണ് ഞാൻ എടുത്തത്. ഞാൻ ഈ 5 എണ്ണത്തിന് ഇന്ന് പെറുക്കി അതിങ്ങനെ അടുക്കി വെച്ചു. അടുക്കിയിട്ട് നല്ലതുപോലെ അങ്ങ് കെട്ടി, കിഴി കെട്ടുന്നു എന്നൊക്കെ പറയുന്ന കണക്കങ്ങ് കെട്ടിയിട്ട് ഫ്രൈങ് പാൻ ചൂടാക്കി ഇത് കെട്ടിയതിന് അതിനകത്ത് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടുള്ള ഏതെങ്കിലും അടപ്പ് കൊണ്ട്, അതിന് പറ്റി സ്യൂട്ടബിളായിട്ടുള്ള അടപ്പ് കാണുമല്ലോ, അത് കൊണ്ടങ്ങ് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റോളം വേവണം. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പം ഒന്ന് ഇളക്കി തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ ഇലയോട് കൂടി തന്നെ, അത് കരിഞ്ഞൊന്നും പോകത്തില്ല. ഒന്ന് ഇളക്കി ഒന്ന് മറിച്ച് വയ്ക്കണം. അങ്ങനെ 5 മിനിറ്റോളം അങ്ങനെ ഇരിക്കും. പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിരിച്ചൊക്കെ വെച്ച് നോക്കണം. അപ്പം നമുക്ക് മനസ്സിലാകും ഇത് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് നല്ലതുപോലെ ആവി കയറി നല്ലൊരു മണമൊക്കെ വരില്ലേ. വാഴയിലയുടെ എല്ലാം കൂടെ ഉള്ള ഒരു മുരിഞ്ഞ മണവും അങ്ങ് സൂപ്പർ ഒരു മണമാണ് വരുന്നത്. ഇത്
രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ തിരിച്ചും കൂടെ ഇടണം. ഇതാണ് ഞാൻ പറഞ്ഞ റെസിപ്പി കൂട്ടുകാരെ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇന്ന് ഞാൻ ചെയ്തൊരു റെസിപ്പിയാണ് ഇത്. കുക്ക് ചെയ്ത് കാണിക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ഞാൻ ഇതുവരെ ഒരു വീഡിയോ പോലും കുക്കിംഗ് ഇട്ടിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ഒരെണ്ണം ഇടാം. ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നല്ല എണ്ണ ഒന്നും അധികം ചേർന്നിട്ടില്ല, എന്നാൽ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അസുഖമുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്നത്. കരിഞ്ഞൊന്നും പോകത്തില്ല, സൂപ്പറാണ്. നല്ല മണമാണ് വരുന്നത്. കുറേ സമയം എന്നിട്ട് ഇത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വേണം ഇത് അടപ്പ് തുറന്ന് എടുക്കാൻ. ഒട്ടും കരിയത്തുമില്ല, ഒന്നുമില്ല. ആവിയിൽ വെന്തെടുക്കുന്നത് ഒരസുഖവും വരത്തില്ല. എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് കൂട്ടുകാരെ. വേറെ ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.